എനിക്ക് രാവിലെ കൊണ്ടുപോകാൻ കറിയൊന്നും വേണ്ട. എനിക്ക് ലില്ലിക്കുട്ടി കറി കൊണ്ടുവരും. ഈ ലില്ലിക്കുട്ടിക്ക് അച്ചായനെ അത്രയ്ക്ക് ഇഷ്ടാ? സ്നേഹം കൊണ്ട് എനിക്ക് ഇരിക്കപ്പെടുന്നില്ല. എന്റെ ഫാനാ. ഓ, അച്ചായനോ? എനിക്ക് എന്റെ ആനയെ മാത്രം മതി. ഓ, പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന് പെട്ടതാ. പെട്ടൂന്ന് എനിക്കും തോന്നിയതാ. എപ്പോ? ഇതുവരെ ഇല്ലാത്തൊരു മൂളിപ്പാട്ടും മറവിയും മന്ത്രിയും പതിവില്ലാതെയുള്ള കഥവടച്ചിടലും ഫോൺ വിളിയും. എന്റെ ഈശോയെ, ശരിക്കും മനസ്സിലായി. കൊല്ലം കുറെ ആയില്ലേ, ചലിച്ച മനസ്സിലാവും. എനിക്കെന്നല്ല, എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും. നേരിട്ട് ബോധ്യപ്പെടാത്തത് കൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആള് ലില്ലിക്കുട്ടിയല്ല കേട്ടോ. പിന്നെ ജൂലി. ഒരേ കമ്പി. എന്നിട്ടാ കാശെന്ത് ചെയ്തു? പഞ്ചായത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അപ്പോ കാശ് കിട്ടുന്ന പരിപാടിയാണ് അല്ലേ? അതെ, എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എന്തോന്ന്? എന്നെയും ചിലരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ആരാ വിളിച്ചേ? എനിക്ക് പറയണം. പറയടി. പറയാൻ ഇത്രയും വികാരഭരിതനാവണ്ട. എന്നോട് പറയാതിരുന്ന എന്താ? എനിക്കത് ആദ്യം അറിയണ്ടേ. എങ്ങനെ പറയും? അരിച്ചാക്ക തലയെ കയറ്റി വെച്ച പോലെ ശ്വാസം മുട്ടി നടക്കുകയല്ലായിരുന്നു. ഭർത്താവല്ലേ. ഇപ്പൊ ആ ശ്വാസമൊക്കെ പോയി, മസിൽ പിടുത്തമൊക്കെ മാറി, നല്ല കുട്ടിയായി. ഇപ്പൊ നമ്മള് നല്ല ഫ്രണ്ട്സ്. ഇനി അച്ഛനോട് ഞാൻ എന്തും തുറന്നു പറയും. എങ്കിൽ പറ, ആരാ വിളിച്ചേ? 3 പേരുണ്ട്. 3?